അപ്പോൾ മലബാർ കലാപം ഇവിടെ വലിയ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ. അദ്ദേഹം മലബാർ കലാപത്തിനെതിരാണ്. അദ്ദേഹം വാര്യംകുന്നത്ത് കുഞ്ഞാമാജിയും ആലി മുസ്ലിയാരും ആയുധം താഴെ വെച്ച് കീഴടങ്ങണം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കേശവമേനോൻ, കെ പി കേശവമേനോൻ, കെ മാധവൻ നായർ, എം പി നാരായണ മേനോൻ, മൊയ്തു മൗലവി, അവർക്ക് അതിനെതിരാണ്. കാരണം അത് ബ്രിട്ടീഷ് വിരുദ്ധമായി തുടങ്ങി, ജന്മിവിരുദ്ധമായി പടർന്നു, ഒരു ഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റി. മലബാർ കലാപം വളരെ സങ്കീർണമായ ഒരു സാധനമാണ്. അത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ എന്താണ്, അത് ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ സമരമാണ്. മുസ്ലിം ലീഗുകാർ പറയുമ്പോൾ അത് ദേശീയ വിരുദ്ധ സമരവും ജന്മി വിരുദ്ധ സമരവുമാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ അത് ജന്മി വിരുദ്ധ സമരമാണ്. ബി ജെ പിക്കാർ പറയുമ്പോൾ അത് ഹിന്ദു വിരുദ്ധ കലാപമാണ്. ഇതൊക്കെയാണത്. ഈ എല്ലാ അംശവും അതിനകത്തുണ്ട്. പക്ഷേ ഹിന്ദു വിരുദ്ധമായിട്ടല്ല അത് തുടങ്ങിയത്, ജന്മവിരുദ്ധമായിട്ടല്ല തുടങ്ങിയത് ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടാണ്. അത് പടർന്നത് ജന്മവിരുദ്ധമായിട്ടാണ്. പിന്നെ ചിലയിടത്ത് ആൾക്ക് അറിയില്ല, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെയൊക്കെ കൊന്ന് ഇവിടെ ഖിലാഫത്ത് ഉണ്ടാക്കാൻ പോകുന്ന വിചാരിച്ച് പോയ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അക്രമികളുണ്ട്. ഏത് ഇതുണ്ടാകുമ്പോഴും ഹിംസ വരുമ്പോൾ അതിലൊക്കെ ഒരു അക്രമം, കാരണം കൊള്ള ചെയ്യാനും ബലാത്സംഗം ചെയ്യാനും ആളെ കൊല്ലാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവർ ഒന്ന് നിറഞ്ഞാടിയത്. അത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് അഭിപ്രായം മാറ്റിയതാണ്. കമ്മ്യൂണിസ്റ്റുകാർ അതിൻ്റെ 25-ാം വാർഷികത്തിൽ EMS എഴുതിയ പുസ്തകത്തിൻ്റെ പേര് 1921 ആഹ്വാനവും താക്കീതെന്നാണ്. ആഹ്വാനം എന്ന് പറഞ്ഞാൽ എന്താ, ജന്മിക്കെതിരായിട്ട് വേണ്ടി വന്നാൽ ആയുധം എടുക്കണം എന്നുള്ള ആഹ്വാനം. താക്കീത് എന്താണ്, അത് വർഗീയമായിട്ട് വഴിതെറ്റിപ്പോകുന്നുള്ള. അപ്പോൾ അവരാരും പറയുന്നില്ലല്ലോ, എല്ലാവർക്കും വോട്ട് വേണം. അപ്പം അതിൻ്റെ ഗുണം ആർക്കാ, BJP. മലബാർ കലാപം 100-ാം വാർഷികമൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം. നല്ല കാര്യമല്ല. ഇപ്പോൾ അത് ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റിയില്ല എന്ന് വിചാരിക്കുക, എന്നാലും നല്ല കാര്യമല്ല. ബ്രിട്ടീഷ് ഓഫീസർമാരെ കൊല്ലുന്നത് അല്ലെങ്കിൽ ജന്മിമാരെ കൊല്ലുന്നത് നല്ല കാര്യമല്ല. ആളെ കൊല്ലുന്നത് നല്ല കാര്യമല്ല, അത് രാഷ്ട്രീയമൊന്നുമല്ല. ആളെ കൊല്ലുക എന്ന് പറയുന്നത് അക്രമമാണത്. ആരെ കൊന്നാലും. ഞാൻ ഈ ഇവിടുത്തെ കോടതി ആളെ തൂക്കിക്കൊല്ലുന്നില്ലേ, അതിന് ഞാനെതിരാ. നിങ്ങളിപ്പോൾ പോലീസ് പിടികൂടി അവിടെ കൊണ്ടുപോയി വിചാരണ ചെയ്ത് കുറ്റം തെളിച്ച് തൂക്കിക്കൊല്ലുന്നില്ലേ, ഞാൻ അതിനെതിരാ. മനുഷ്യനെ കൊല്ലരുത്. പിന്നെന്താ ചെയ്യണ്ടേ, ഇവരെ തടവിലിട്ടാൽ മതി. ഇവർ പിന്നെ ആളെ കൊല്ലുന്ന നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ തടവിലിട്ടാൽ മതി. നിങ്ങൾക്ക് മറ്റേ അക്രമി ചെയ്ത മാതിരി തന്നെയല്ലേ ഈ ജഡ്ജിയും ചെയ്യുന്നത്. ഗാന്ധി പറയും, കുറ്റവാളികൾക്ക് വേണ്ടത് ശിക്ഷയല്ല, ചികിത്സയാണ്. അവരൊക്കെ മനോരോഗികളാണ്, അവർക്കെന്ത് വേണം, ചികിത്സ വേണം. ആശുപത്രി ഉണ്ടാക്കേണ്ടത് ജയിലല്ല എന്ന് ഗാന്ധി പറയും.